എന്താടോ ദീപകെ, എന്തു പറ്റി? തന്റെ മുഖത്തെന്താ ആകെ ഒരു വല്ലായിക? എന്താണെന്ന് നിനക്കറിയില്ലേ? അയ്യോ, ദീപകിന് പനിക്കുന്നുണ്ടോ? നന്നായി വിറയ്ക്കുന്നുണ്ടല്ലോ. കൈയെടുക്കണ ദേഹത്തുനിന്ന്. ഏയ്, കൂളാവ് ദീപകെ. താൻ എന്തിനാ ഇങ്ങനെ ഉച്ച വയ്ക്കുന്നേ? താൻ കാര്യം എന്താന്ന് വെച്ചാ പറയേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഒന്നുമില്ലേലും നമ്മൾ കളിക്കൂട്ടുകാരല്ലേ? പിന്നെ ഒളിക്കൂട്ടുകാര്. ചെറുപ്പത്തിലെ നീ എനിക്കൊരു തലവേദനയായിരുന്നു. ഇപ്പൊ വീണ്ടും എന്തിനാടോ നീ എനിക്ക് വട്ടം നിൽക്കുന്നേ? അപ്പൊ ഞാനിവിടെ തന്റെ മുമ്പേ നിൽക്കുന്നതാണോ പ്രശ്നം? ശരി, ഞാൻ മാറിയേക്കാം. നീ വെറുതെ പൊട്ടം കളിക്കില്ല റോഹൻ. നിനക്കറിയാം, നീ ഇവിടെ നിൽക്കുന്നതല്ല, ഋതികയുടെ എന്റെ ഇടയിൽ നീ നിൽക്കുന്നതാണ് എന്റെ പ്രശ്നമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതിന് തനിക്ക് ഋതികയ്ക്ക് ഇടയിൽ എന്താ? തന്റെ ജീവിതത്തിൽ ഇനി ഋതിക ഇല്ല മാഷെ. താൻ ദിവ്യയെ കല്യാണം കഴിച്ചില്ലേ? പ്ലീസ്, ആ കുട്ടിയെയും കുഞ്ഞിനെയും നോക്കി സമാധാനമായിട്ട് ജീവിക്കുക. എന്തിനാ വെറുതെ നീ ആ പാവം ഋതികയെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നത്? ഋതികന്റെ മുറപ്പെണ്ണ. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ എന്റെ ഈശ്വര? എടോ, ഋതിക തന്റെ മുറപ്പെണ്ണാണെന്ന ചിന്തയും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ താൻ ദിവ്യയെ പറയാൻ തന്നെ മോശമാ. നീ എന്താ ദീപക ഇങ്ങനെ? ആടാ, ദീപക് ഇങ്ങനെയാ, ഇതിനപ്പുറം. മോനെ റോഹ, ചെറുപ്പത്തിൽ ഓടിപ്പിടിച്ച് കളിക്കുന്നതിന്റെ ഇടയില് ഒന്നും രണ്ടും പറഞ്ഞ് തല്ലുകൂടിയതുപോലെ അല്ല. ഞാൻ പറയുന്നതനുസരിച്ച് നീ ഇവിടുന്ന് ഒഴിഞ്ഞു പൊക്കോണം. നീ ഋതിക അങ്ങ് മറക്കണം. നിന്റെ അച്ഛനും അമ്മയും പോയിട്ട് നീ ഇനി മേലാൽ ഈ വീട്ടിൽ കാലുകുത്തരുത്. നിനക്ക് വാണിംഗ് തരുന്നതേ ഈ ദീപക്ക. ജീവൻ വേണമെങ്കിലേ ഞാൻ പറയുന്നതനുസരിച്ചോ. താൻ എന്താടോ ഇത്ര കടുപ്പിച്ച് സംസാരിക്കുന്നത്? ആദ്യമായിട്ടാണ് കേട്ടോ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നത്. താൻ നോക്കിക്കോ, ഞാൻ എന്റെ വല്യച്ഛനോട് പറഞ്ഞു കൊടുക്കും. നീ എന്താ നഴ്സറി കുട്ടിയോ? അവൻ വല്യച്ഛനോട് പറയോ അത്രേ? എടാ, ഇത്രയും പേടിയുള്ള നീ എന്തിനാടാ എനിക്കെതിരെ നിൽക്കുന്നേ? എടോ, ഞാനൊരു തമാശ പറഞ്ഞാടോ. താൻ അപ്പോഴേക്കത് വിശ്വസിച്ചോ? ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. ഋതികയെ വിവാഹം കഴിക്കണമെന്നുള്ള എന്റെ ആഗ്രഹം ഞാൻ മറക്കാനും പോകുന്നില്ല. ഋതികയെ കല്യാണം കഴിക്കാത്തതിനുള്ള തന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. പക്ഷേ അത് തന്റെ കയ്യിലിരിപ്പുകൊണ്ട് സംഭവിച്ചതായതുകൊണ്ട് എനിക്ക് തന്നോട് ഒരു സഹതാപവും ഇല്ല. ഞാനെടുത്ത തീരുമാനത്തില് ഒരു കുറ്റബോധവും ഇല്ല. താൻ ഈ ദേഷ്യപ്പെട്ട് BP കൂട്ടി ആരോഗ്യം പാഴാക്കാതെ ഒന്ന് പുറത്തെവിടെയെങ്കിലും പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ട് മനസ്സ് ശാന്തമാക്കി കുറച്ചേരം ഇരിക്ക്. അപ്പൊ എല്ലാം ശരിയാവൂടോ. എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. ഞാൻ എന്നാ പോട്ടെ, മൈ സ്വീറ്റ് ഫ്രണ്ട്. പാവം, നിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ പ്രതികരിക്കും. എന്ത് ചെയ്യാം, കഷ്ടമായിപ്പോയി. റോഹൻ ഇരിക്ക. രാജു ഇരിക്കുന്നില്ലേ? വേണ്ട, ഞാനിരിക്കുന്നില്ല. ഞാനിവിടെ നിന്നോളാം. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. രാജു ഇരിക്കണം. ഈ വീട്ടിലെ ഓളിനോളായ രാജു ഇരുന്നില്ലെങ്കിൽ ദാ ഞാനിപ്പോ എണീക്കും. ഏയ്, അയ്യോ വേണ്ട സാർ, ഞാൻ പിന്നെ കഴിച്ചോളാം. രാജു ഇരുന്നേ പറ്റൂ. ഇരിക്ക് രാജു. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. നീ ഇരിക്കുക. മോള് വിളമ്പി കൊടുക്ക്. ഞാൻ അപ്പോഴേക്കും കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാം. ശരി ചെറിയമ്മേ.
രാജു മതി കുറച്ചുകൂടി. മതി മാഡം. അച്ഛാ രാജു മതി മാഡം. രാജുവിന് ഏറ്റവും ഇഷ്ടമുള്ള കറിയാ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. രാധമ്മ ഉണ്ടാക്കുന്നതിന് അത്രയും വന്നിട്ടില്ലെങ്കിലും നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രാധമ്മ ഉണ്ടാക്കുന്നത് പോലെ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്താ ഞാൻ ഈ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. രാജുവിന് ഇഷ്ടപ്പെടും. കഴിച്ചു നോക്ക്. ഞാനൊരുത്തൻ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള ചിന്ത പോലും ഇവക്കില്ലല്ലോ. എന്നെ ആഹാരം കഴിക്കാൻ വിളിച്ചിരുത്തിയിട്ട് അപമാനിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ കല്യാണം കഴിക്കാനുള്ളത് ഞാൻ. ആ എനിക്ക് തരേണ്ട കെയറ് സാമീപ്യമാണ് വെറും ഒരു പിയായ അവന് കൊടുക്കുന്നത്. ഇവനും എൻ്റെ ശത്രു തന്നെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. ഇവനെ ഇവിടെ പിടിച്ചിരുത്തേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു. എനിക്കൂടി കറി വിളമ്പിത്തരാൻ അവളോട് പറഞ്ഞാലോ? മോളെ, റോഹന് കറി വിളമ്പി കൊടുക്ക്. സോറി അച്ഛാ. അച്ഛനും വിളമ്പിക്കഴിഞ്ഞ് റോഹനും വിളമ്പി കൊടുത്തു എന്നാ ഞാൻ വിചാരിച്ചേ. നീ അങ്ങനെ പലതും വിചാരിക്കുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആ, ചേച്ചി ഇരിക്കുന്നില്ലേ? വേണ്ട പ്രതാപ. പരിചയമില്ലാത്ത ചില കാഴ്ചകളൊക്കെ കാണുമ്പോ ഇരിക്കാൻ തോന്നുന്നില്ല. ഓരോരുത്തർക്കായിട്ട് ഓരോ സ്ഥാനങ്ങളല്ലേ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ അവിടെ അധികപ്പറ്റാം. അങ്ങനെ ഒരു അധികപ്പറ്റാവാൻ ഈ അംബികയെ കിട്ടില്ല. ഞാൻ ഇരിക്കാൻ പാടില്ലായിരുന്നു. അവൻ ഇരിക്കുന്നത് ശ്രദ്ധിച്ചില്ലല്ലോ. എണീറ്റാലോ? വേണ്ട, ഇനി എഴുന്നേറ്റാ നാറും. രാജു, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോവാൻ പാടില്ല. രാജു ഇരിക്ക്. മാഡം അത് ഇരിക്ക് രാജു. ഇരിക്ക്. ഇരിക്ക് രാജു.
കഴിക്ക് രാജു. ഇവളിങ്ങനെ ഇവനെ മാത്രം കെയർ ചെയ്താ പോരല്ലോ, എന്നെയും കെയർ ചെയ്യണ്ടേ? ഋതികേ, കുറച്ച് ചോറ് എനിക്കും കൂടി ഇട്ടേക്ക്. ആ പിന്നെ ആ കറികളും കൂടി എടുത്തോ. ഉം. വേഗം വാടാ. എത്താടാ പിടിക്ക്. ശരി, ഇനി നീ ഇവിടെ നിൽക്കണ്ട കേട്ടോ. ആ ശരി അളിയാ. ഭാഗ്യം, കൃത്യസമയത്ത് ഇവിടെ ആരുമില്ല. ലോക്കല്ലേ? ഈ കാറിന്റെ ഡോറ് രോഹൻ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. കൊള്ളാം, നന്നായി മോനെ. നിനക്കുള്ള മധുര പലഹാരം ചേട്ടന്റെ നിന്റെ കാറിൽ വെച്ച് തരാൻ പോവാ. ആ, നല്ല കൂടിയ ഐറ്റംസാ. മയക്കുമരുന്നെന്ന് പറഞ്ഞാലേ കുറച്ചിലായിപ്പോ. ആന്റി നർക്കോട്ടിക്സ് എങ്ങനെ കൈയോടെ പിടിച്ചാലേ ഒരു 5-6 വർഷം അകത്ത് കിടന്ന് ചപ്പാത്തി തിന്നാടാ. ഇരിക്കട്ടടാ മോനെ, നിനക്കൊരു കുതിരപ്പവൻ. എടാ റോഹ, നിന്റെ വിക്കറ്റ് ഞാൻ തെറിപ്പിക്കോടാ. ഞാൻ ആന്റി നാർക്കോട്ടിക് സെല്ല് വിളിച്ചു പറഞ്ഞ നിന്റെ കാര്യം സ്വാഹ. ഹലോ, ആന്റി നാർക്കോട്ടിക്സ് ഇൻസ്പെക്ടർ നീരജ് സാറല്ലേ? സത്യം പറയാലോ അങ്ങളെ, ഇത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ലഞ്ച് കഴിച്ചിട്ട് ഒരുപാട് നാളായി. യാമിനി ആന്റിയുടെയും ഋതികയുടെയും കൈപുണ്യത്തെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. ഇവിടെ ഫുഡെല്ലാം ഉണ്ടാക്കുന്ന യാമിനിയാ. ഋതികയ്ക്ക് ഫുഡും കറികളൊന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. ഋതികയെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് രാജുവിന്റെ അമ്മ രാധമയാ. ആ, കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. രാജുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന കാര്യത്തിൽ ഋതിക പ്രത്യേകം താല്പര്യം കാണിച്ചപ്പോഴേ ഞാൻ ഓർത്തതാ. രാജുവിന്റെ വീട്ടുകാരും ഋതികയും തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകും. അതെ, റോഹൻ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇവര് ഒരു വിവാഹ നാടകമൊക്കെ കളിച്ച് കുറച്ചു ദിവസം രാജുവിന്റെ വീട്ടിലായിരുന്നു. കുറച്ചുനാള് ഇവരെന്നെ വെള്ളം കുടിപ്പിച്ചു കേട്ടോ. അറിയാങ്ങളെ, ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം. രാജു വലിയൊരു മനസ്സിന്റെ ഉടമയാണ്. ഒരു വലിയ പ്രശ്നത്തിൽ നിന്നല്ലേ ഋതിക സംരക്ഷിച്ചത്. അതിനുള്ള നന്ദി ഞാനിപ്പോ പറയാ. നന്ദി വാക്കുകളുടെ ആവശ്യമൊന്നുമില്ല സാർ. ആ റോഹൻ, ഇവനങ്ങനെ നന്ദി വാക്കുകളും പ്രശംസകളൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ആളാ. ആള് വളരെ സിമ്പിളാ, വളരെയധികം കൈൻഡ് ഹാർട്ടഡാ. ഓ പിന്നെ അതെനിക്ക് മനസ്സിലായ കാര്യമല്ലേ. പ്രതാപ, റോഹൻ ഒരുപാട് തിരക്കുള്ളതല്ലേ, പോകാൻ സമയമായില്ലേ? ആണോ? അയ്യോ ശരിയാങ്കിൽ എനിക്ക് പോവാൻ സമയമായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്താ റോഹൻ ഇത്ര തിരക്ക്? ചേച്ചി കാഷ്വലായി ചോദിച്ചതേ ഉള്ളൂ.
എന്തിനാ അമ്മാവ നിർബന്ധിക്കുന്നത്? അമ്മ പറഞ്ഞ പോലെ അവന് ഒരുപാട് തിരക്കുള്ളതല്ലേ, പോയിട്ട് വരട്ടെ. എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. നീ ഈ പോക്ക് പോയാൽ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. ഇങ്ങോട്ടെന്നല്ല, നീ ജയിലിനകത്ത് നിന്ന് ഒരിക്കലും പുറലോകം കാണാൻ പോകുന്നില്ല. അമ്മാതിരി ആയിട്ടാ ഞാൻ നിന്റെ വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. ആ സിഎമ്മിന്റെ ഓഫീസിലാ. ഒരു മിനിറ്റ്. ആ ചന്ദ്രേടാ. ഇല്ല, ഞാൻ വീട്ടിലുണ്ട്. കൂടിപ്പോയ ഒരു 15-20 മിനിറ്റ് അതിനുള്ളിൽ എത്തിയേക്കാം. രോഹൻ, എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി സിഎമ്മിനൊന്ന് മീറ്റ് ചെയ്യാനുണ്ട്. ഒരു അർജന്റ് മീറ്റിംഗ്. ഉടനെ പോണം. രോഹൻ, നിങ്ങൾ സംസാരിച്ചിരിക്കുക. ഇല്ലെങ്കിലേ ഞാനും ഇറങ്ങാം. എന്നാ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. വാ. ആ. ആ രാജു, ആ ഇനാഗുറേഷന്റെ ആൾക്കാർ നിന്നെ വിളിക്കും. നീ അവരോടും സംസാരിക്കണം. ആ അത് ഞാൻ സംസാരിച്ചോളാം സാറേ. സാറ് പോയിട്ട് വരണം. ദൈവമേ, ഞാൻ റോഹന്റെ കാറിൽ വെച്ച സാധനം എങ്ങനെ അമ്മാവന്റെ കാറിൽ വന്നു? ഞാനിനി ഈ ബാഗ് വെക്കുന്നത് റോഹനെങ്ങാനും കണ്ടിട്ട് ഇതെടുത്ത് മാറ്റി വെച്ചാണോ? ആകെ പ്രശ്നമാവുമല്ലോ ഇത്. അമ്മാവ പോലെ പോകരുതെന്നോ? എടാ, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അല്ല, അത് നിനക്കിത് എന്താ പറ്റിയേ? നീ മാറിന്നേ, എനിക്ക് പോണം. അമ്മാവ അമ്മാവ ഈ കാറിൽ പോകണ്ട. അതെന്താ ഞാൻ ഈ കാറിൽ പോയാ? ദീപകെ, നീ മാറിന്നേ. അല്ല അമ്മാവ, ഈ കാർ സർവീസിന് കൊടുക്കാൻ സമയമായി. ആണോ രാജു? ആ അതെ സാർ, സർവീസിനെടുക്കാൻ സമയം. പുറമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്റെ കാറിൽ പോവാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല റോഹൻ. അല്ല അങ്കിളെ, എന്റെ കാറിൽ പോവാന്ന്. അങ്കിള് സിഎമ്മിന്റെ ഓഫീസിലല്ലേ പോവേണ്ടത്? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സാറേ സമയായി. ശരി. അപ്പൊ ഇവനല്ല കാറിലോട്ട് സാധനം എടുത്ത് മാറ്റി വെച്ചത്. ആയിരുന്നെങ്കിൽ അമ്മാവൻ ആ കാറിലോട്ട് കയറാൻ നിർബന്ധിക്കില്ലായിരുന്നു. ഇനി രാജു എങ്ങാനും ആയിരിക്കോ? എന്തായാലും പിടി വീഴുമെന്നാ തോന്നുന്നത്. അയ്യോ, കാറിന് വീല് പഞ്ചറായല്ലോ. റോഹൻ സാറേ, ഞാൻ പറയുന്നുണ്ടോന്നും തോന്നരുത്. സാറിന് അത്യാവശ്യമായിട്ട് അവിടെ എത്തേണ്ടതല്ലേ? സാർ അദ്ദേഹത്തിന്റെ കാറിൽ തന്നെ പോട്ടെ, സമയേ. ദൈവമേ, ആകെ പ്രശ്നമാവുമല്ലോ. രാജു, സാറേ, സാറ് പോയിട്ട് വാ. എന്നിട്ട് ഞാൻ കാർ സർവീസിന് കൊടുക്കാം. ശരി. അങ്ങോട്ട് മാറി നിൽക്കടാ. അമ്മാവ എടാ, നീ എവിടെയാ? എടാ, ഇവിടെ ആകെ പ്രശ്നം. എന്ത് പ്രശ്നം? എടാ, ഞാൻ കൊണ്ട് മറ്റവന്റെ കാറിൽ വെച്ച സാധനമില്ലേ, അത് അമ്മാവന്റെ കാറിൽ വന്നു. അതെങ്ങനെയാടാ? എടാ, നീ ഒന്നും പറയണ്ട, പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ശരി ശരി. ഇവനെ കാണുന്നില്ലല്ലോ. കെട്ടത്തിരിക്ക. എടാ, ഞാൻ ആന്റി നാർക്കോട്ടിക്സ് ഓഫീസറെ വിളിക്കട്ടെ.
ആ ഒന്ന് വിളിച്ചു നോക്ക്. ഇയാളത് ഫോൺ എടുക്കാത്തെ? നീ ഒന്നുകൂടെ ഒന്ന് വിളിക്ക്. ഒന്നുകൂടെ ട്രൈ ചെയ്യടാ.